ഇസ്രായേലിൻ്റെ കുറച്ച് കീ അപ്ഡേറ്റ്സ് ആണ് തരാൻ പോകുന്നത്. അപ്പോൾ അതിൽ ഇന്ന് പ്രധാനമായിട്ട് നടന്ന അറ്റാക്ക് എന്ന് പറഞ്ഞാൽ സിറിയ ഭാഗത്താണ് ഏറ്റവും കൂടുതൽ അറ്റാക്ക് നടന്നത്. ശരിക്കും പാലസ്തീനിയൻ ജിഹാദി ഗ്രൂപ്പ്, ഇവർ ഗാസയിൽ ഉണ്ടായിരുന്ന ആൾക്കാരാണ്. ഇത് ഒക്ടോബർ 7 അറ്റാക്കിന് ഹമാസിനെ സഹായിക്കുകയും അതുപോലെ ഹിസ്ബുള്ളയെ സഹായിക്കുകയും ചെയ്തുകൊണ്ടിരുന്ന ഒരു ടെറർ ടീമാണ് ഈ ഒരു പാലസ്തീനിയൻ ജിഹാദ് ഗ്രൂപ്പ് എന്ന് പറയുന്നത്. ഈ ഒരു ടെററിസ്റ്റ് സംഘടന സിറിയയിൽ പോയി അവിടെ തമ്പടിച്ച് താമസിക്കുകയായിരുന്നു. ആ സ്ഥലം കൃത്യമായിട്ട് മൊസാദ് കണ്ടുപിടിച്ച് അവിടെ നിന്ന് 30 ബിൽഡിങ്ങുകൾ ഒരേപോലെ അടിച്ച് തകർത്തിരിക്കുകയാണ്. അതിൻ്റെ വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിലോ അല്ലെങ്കിൽ ഫസ്റ്റ് കമൻറ്റിലോ പിൻ ചെയ്യാം, നിങ്ങൾ നോക്കിയാൽ മതി. മാസീവ് ആയിട്ടുള്ള ഒരു അറ്റാക്കാണ്. ഒറ്റ അടിക്ക് 30 ബിൽഡിംഗ് ഒരേപോലെ തകർത്ത മാസീവ് ആയിട്ടുള്ള ഏരിയൽ വ്യൂ ആണ് എടുത്തിരിക്കുന്നത്. പക്ഷേ ഇത്തരം അറ്റാക്കുകൾ നടത്തിയിട്ടും ഈ ഒരു റോക്കറ്റ് വിടലിന് ഒരു കുറവും വരുന്നില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം. അത് ഈ ഹിസ്ബുള്ള ഇങ്ങനെ ഇരുന്ന് ചെറിയ ചെറിയ ഓരോ റോക്കറ്റുകൾ ഇങ്ങനെ വിട്ടുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഏറ്റവും പ്രധാനമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ഡെവലപ്മെൻറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ റോൺ ഡെർമർ, ഇസ്രായേലിൻ്റെ പിന്നെ ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ ഏറ്റവും വിശ്വസ്തനായിട്ടുള്ളൊരു സെക്യൂരിറ്റി അഡ്വൈസറാണ്. പുള്ളി US എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ റഷ്യയുടെ പിന്നെ അംബാസിഡർ അവിടെ ഉണ്ട്. അപ്പോൾ ഇവരെല്ലാം കൂടി ചേർന്ന് ലെബനാൻ്റെ ഭാഗത്ത് ഒരു 24 hours ഒരു സീസ് ഫയറിനുള്ള ഒരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇനി ഡിസിഷൻ എടുക്കേണ്ടത് ഹെസ്ബുള്ളയാണ്. ഈ ഹെസ്ബുള്ളയുടെ പുതിയ ലീഡർ വന്നിട്ട് ഇനിയിപ്പോൾ ഞാൻ സീസ് ഫയറിനൊന്നും കൊടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഇനിയിപ്പോൾ തുടർന്നുള്ള അറ്റാക്ക് അങ്ങ് നടത്തും എന്നുള്ളതാണ്. പിന്നെ ഇതിലൊക്കെ ഈ സീസ് ഫയറിലൊക്കെ വരുന്നത് ഒരു ക്ലോസ് ഇസ്രായേലിന് എപ്പോഴും വരുന്നുണ്ട്. ഇസ്രായേൽ പറയുന്ന ഒരു ക്ലോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 kilometers ഫ്രം ദ ഇസ്രായേൽ ബോർഡർ, ഇസ്രായേലിൻ്റെ ബോർഡറിന്, അതായത് നിലവിൽ ഉള്ള ബോർഡറിൽ നിന്ന്. കാരണം അവിടെ നിന്ന് ഈ ഇസ്രായേലിൻ്റെ നോർത്ത് ഭാഗത്ത് നിന്ന് ഏതാണ്ട് 60,000 ഫാമിലീസിനെ അവിടെ നിന്ന് റീലൊക്കേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവരെ തിരിച്ചുകൊണ്ട് അവിടെ താമസിപ്പിക്കണം എന്നുണ്ടെങ്കിൽ അവിടെ ഒരു ബഫർ സോൺ ക്രിയേറ്റ് ചെയ്യണം എന്നാണ് ഇസ്രായേൽ ആവശ്യപ്പെടുന്നത്. ബഫർ സോൺ എന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് 3 kilometer ഡിസ്റ്റൻസിനാണ് ഈ ബഫർ സോൺ ആവശ്യപ്പെടുന്നത്. പക്ഷേ 3 kilometer തന്നെ ഈ ഹിസ്ബുള്ള അംഗീകരിക്കുന്നില്ല എന്നുള്ളതാണ്. ഹിസ്ബുള്ള പറയുന്നത് അത് സ്റ്റിൽ അത് ഒക്കുപ്പേഷൻ എന്നാണ് പറയുന്നത്. ബഫർ സോൺ എന്ന് ഇസ്രായേൽ ചോദിക്കുന്നത് സേഫ്റ്റിയുടെ ഭാഗമായിട്ടാണ്. കാരണം വീണ്ടും അവിടെ വന്ന് ഈ തുരങ്കം ടണലൊക്കെ കുത്തിപ്പൊളിച്ചകത്ത് വരാൻ പാടില്ലല്ലോ. ആ രീതിയിലാണ് 3 kilometer ഒരു ബഫർ സോൺ ആയിട്ട് സെക്യൂരിറ്റി റീസണിന് വേണ്ടി ചോദിക്കുന്നത്. ഇത് ഓൾറെഡി ലിറ്റാനി റിവർ വരെ UN ഒരു ബ്ലൂ ലൈനൊക്കെ വെച്ചിട്ടാണ് അവിടെ ഉള്ളത്. പക്ഷേ UN പീസ് കീപ്പിംഗ് മിഷന് അത് കൃത്യമായിട്ട് അവരുടെ ദൗത്യം പാലിക്കാൻ പറ്റാത്ത കൊണ്ടാണ് ഇസ്രായേലിന് ഈ ഒരു നടപടിക്ക് ഇറങ്ങി മുതിരേണ്ടി വരുന്നത്. UN പീസ് കീപ്പിംഗ് മിഷനെ ഇപ്പോൾ ഇസ്രായേൽ ഒരു ട്രസ്റ്റിൽ മുഖവിലേക്ക് എടുക്കുന്നില്ല. അവരങ്ങ് നിരുപാധികം തള്ളിയിട്ട് ഇസ്രായേൽ പറഞ്ഞത് 3 കിലോമീറ്ററിന് ഇസ്രായേലിൻ്റെ നിയന്ത്രണത്തിലുള്ള ആ ഒരു പിന്നെ ഏരിയ ബഫർ സോണാക്കി മാറ്റണം. സെക്യൂരിറ്റി വിങ്സ് വരും, അവർക്ക് മോണിറ്റർ ചെയ്യാം, ഇവർക്ക് മോണിറ്റർ ചെയ്യാം. പക്ഷേ അതേസമയം ഹിസ്ബുള്ളയുടെ ഏതെങ്കിലും ഒരു ചെറിയ ആക്ടിവിറ്റി 3 kilometer ഉള്ളിൽ വരുന്നുണ്ടെങ്കിൽ എയർ സ്ട്രൈക്ക് ചെയ്യും എന്നാണ് പറയുന്നത്. എയർ സ്ട്രൈക്ക് ഈ ഒരു കണ്ടീഷൻ ക്ലോസ് വെച്ചോണ്ടാണ് ഈ ഒരു സീസ് ഫയറിന് വേണ്ടിയിട്ടുള്ള റിക്വസ്റ്റ് മുന്നോട്ട് പോയിരിക്കുന്നത്. ഇത് നടപ്പിലാക്കാൻ ഇപ്പം ഹിസ്ബുള്ളയ്ക്കോ ഇറാനോ ഇതിൽ താല്പര്യമുണ്ടെങ്കിൽ അവർ ഒപ്പിട്ട് മുന്നോട്ട് വരട്ടെ. ഹൂത്തികളുടെ ഭാഗത്ത്, യമന്റെ ഭാഗത്ത് നല്ല രീതിയിലുള്ള അറ്റാക്ക് അമേരിക്ക തുടരുന്നുണ്ട്. അത് അമേരിക്കയുടെ ഒരു അബ്രഹാം ലിങ്കൻ എന്ന് പറഞ്ഞ ഒരു ഷിപ്പിന്റെ മേളിൽ അറ്റാക്ക് നടത്തി എന്ന് പറഞ്ഞിട്ട് ഹൂത്തീസ് ക്ലെയിം ചെയ്തിട്ടുണ്ടായിരുന്നു ഇന്നലെ. അപ്പോൾ ആ ക്ലെയിമിൽ വന്ന വീഡിയോസിനൊന്നും വലിയ ഒത്തന്റിസിറ്റി ഒന്നുമില്ല. പക്ഷെ അതേസമയം അവർ ഫയർ ചെയ്യുന്ന പിന്നെ മിസൈൽ ഫയർ ചെയ്യുന്ന ഒരു വീഡിയോ, അതേപോലെ അത് പതിക്കുന്ന വീഡിയോ അതിനകത്ത് ഇല്ല എന്നുള്ളതാണ്. സാധാരണ ഹൂത്തീസിന്റെ വീഡിയോസ് വരുമ്പോഴത്തേക്കും ഈ ഡ്രോൺ ഷോട്ട് എടുത്തിട്ടുണ്ടാവും. ആ ഡ്രോൺ ഷോട്ടിൽ അവർ ശരിക്കും പറഞ്ഞാൽ ഈ മിസൈൽ അറ്റാക്ക് ചെയ്യുന്നൊക്കെ അവർ ഇങ്ങനെ വെളിയിൽ വിടാറുണ്ട്. പക്ഷേ അതേസമയം ഈ വീഡിയോയിൽ ആ ഒരു കൺഫേം ആയിട്ടുള്ള ആ ഒരു അബ്രഹാം ലിങ്കിനെ അറ്റാക്ക് ചെയ്യുന്നതായിട്ടുള്ള ഒരു വീഡിയോ അതിനകത്ത് ഇല്ല എന്നുള്ളതാണ്. അതേസമയം US-ന്റെ 2 പിന്നെ ഡിസ്ട്രോയർ ഷിപ്പുകൾക്ക് അറ്റാക്ക് പറ്റിയിട്ടുണ്ടെന്നുള്ള അറിയാൻ പറ്റുന്നത്. അതിൽ ശരിക്കും പറഞ്ഞാൽ ഫയർ വീഴുന്നതും ഈ റോക്കറ്റ് വീഴുന്നതായിട്ടുള്ള വീഡിയോസൊക്കെ കിട്ടുന്നുണ്ട്. പക്ഷേ ഈ അബ്രഹാം ലിങ്കിന്റെ വീഡിയോസ് അവൈലബിൾ അല്ല എന്നുള്ളതാണ്. ശരിക്കും അങ്ങനെ ഒരു ഷിപ്പിനെ പെട്ടെന്ന് അറ്റാക്ക് ചെയ്യാൻ പറ്റത്തില്ല. അമേരിക്കയുടെ ഭാഗത്ത് നിന്ന് ഇതിന്റെ കൺഫർമേഷൻ വരാതെ നമുക്കിതൊന്നും പറയാൻ പറ്റത്തില്ല എന്നുള്ള അവസ്ഥയാണ്. അപ്പോൾ അതൊരു കോൺട്രവേഴ്സിയിൽ തന്നെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ഒരുപാട് വീഡിയോസ് ഒക്കെ വരുന്നുണ്ട് അറ്റാക്ക് ചെയ്തില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. പക്ഷേ അതിൽ കൺഫർമേഷൻ വന്നിട്ടില്ല എന്നുള്ളതാണ്. പെന്റഗന്റെ സൈഡിൽ നിന്ന് ഇതുവരെയുള്ള റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ ഇന്നലെ അവർ പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. US വൈകാതെ തന്നെ ഒരു കോൺട്രവേഴ്സി ഇങ്ങനെ പോകുന്ന സ്ഥിതിക്ക് വൈകാതെ തന്നെ അതിന്റെ ഒരു ക്ലാരിഫിക്കേഷൻ വരുത്തേണ്ടി വരും. ഇറാൻ അവർ ഏതാണ്ട് 2000 kilometer പരിധിയുള്ള ഒരു ബാലിസ്റ്റിക് മിസൈൽ 1.5 ടൺ 1.5 ടൺ ഭാരം പിന്നെ ക്യാരി ചെയ്യാൻ പറ്റുന്ന കേപ്പബിലിറ്റി ഉള്ള ഒരു ബാലിസ്റ്റിക് മിസൈലാണ് പരിശോധിച്ചതെന്ന് അറിയപ്പെടുന്നത്. ഇനിയിപ്പോൾ ഇതിനകത്ത് ന്യൂക്ലിയർ എൻറിച്ച്മെന്റ് അവർ നടത്തിയിട്ടുണ്ടോ, അല്ലെങ്കിൽ വെറും ബാലിസ്റ്റിക് മിസൈൽ മാത്രമാണോ പരീക്ഷിച്ചത് എന്നുള്ള നിലയിലുള്ള റിപ്പോർട്ടുകളൊക്കെ ഇനി പുറത്ത് വരേണ്ടതുണ്ട്. ഇതിൻ്റെ ഇടയിൽ ഒരു മലക്കമറിച്ചിൽ നടന്നിട്ടുണ്ട്. ഒരു സൈഡിൽ സൗദിയെ താപ്പിലാക്കിയവർ, കാരണം സൗദിയുടെ അടുത്ത് പോയി ഇങ്ങനെ അവരെ വലിയ ലീഡറാക്കിയിട്ട് ഒപ്പം മേടിച്ചെല്ലാം റെഡിയാക്കി മറ്റുള്ള എല്ലാ രാജ്യങ്ങളെയും കൂട്ടി അവരെ നാണം കെടുത്താനുള്ള ഏർപ്പാട് അവർ ചെയ്തു. ഇത് സൗദിക്ക് ഇതിന്റെ വല്ല ആവശ്യം ഉണ്ടായിരുന്നു എനിക്കറിയത്തില്ല. കാരണം ഇപ്പോൾ ഹൂത്തിയുടെ ഭാഗത്ത് യമനിൽ നല്ല രീതിയിലുള്ള അറ്റാക്ക് അമേരിക്ക അയച്ചു വിട്ടിരിക്കുകയാണ്. അതേപോലെ തന്നെ സിറിയയുടെ ഭാഗത്തും അവിടെ ഹൂത്തീസിനെ അറ്റാക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പ്രോക്സി എല്ലാം ഈ ഇറാന്റെ ഭാഗത്ത് നിന്ന് വരുന്ന പ്രോക്സികളാണ്. ഇവിടെ ലെബനാനിലും പിന്നെ പ്രോക്സികളെയാണ് അറ്റാക്ക് ചെയ്യുന്നത്. പിന്നെ ഇവിടെ ആർക്കെതിരെയാണ് ഇവർ ശരിക്കും പറഞ്ഞാൽ ഈ 38 പിന്നെ റൂൾസും റെഗുലേഷൻസ് ഒക്കെ ഉണ്ടാക്കി ഒപ്പുപേടിച്ചെന്നുള്ളത് നമുക്ക് ആർക്കും അറിയത്തില്ല എന്നുള്ള അവസ്ഥയാണ്. ഇതിന്റെ ഇടയ്ക്ക്
ഈ ഇസ്ലാമിക് ഓർഗനൈസേഷനിലുള്ള കൺട്രീസിന് തന്നെ ഒരുപാട് കൺട്രീസിന് ബിസിനസ് ടൈപ്സ് ഉണ്ട്. ഇപ്പോൾ ഓൺലി ഇസ്രയേൽ മാത്രമല്ല, ഇത് ശരിക്കും പറഞ്ഞാൽ വെസ്റ്റേൺ വേൾഡുമായിട്ട് ലിങ്ക് ചെയ്ത് കിടക്കുകയാണ്. US ബിസിനസ് ഉണ്ട്. അപ്പോൾ ഇങ്ങനത്തെ രാജ്യങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ ഒരു ഡിസിഷൻ എടുക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. പിന്നെ ഈ മറ്റുള്ളവരുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു OACയിൽ പെട്ടെന്ന് ഒരു 38 നിയമങ്ങളൊക്കെ ഉണ്ടാക്കി വെറുതെ ഒപ്പുവെടിച്ച് അവിടെ വെച്ചിരിക്കുന്നത്. ഇത് ശരിക്കും പറഞ്ഞാൽ പിന്നെ ഈ സൗദിയെ ലീഡർഷിപ്പിലാക്കിയതിന് സൗദിക്ക് ഇതിനൊരു നാണക്കേടായിരിക്കും ഇതിന് അവസാനം വരാൻ പോകുന്നത്. കാരണം ഇപ്പോൾ ഓൾറെഡി അവിടെ അമേരിക്ക ഫൈറ്റ് തുടങ്ങി കഴിഞ്ഞു എന്നുള്ളതാണ്. ഇനിയാണ് ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ ഒരു മാസ്റ്റർ സ്ട്രോക്ക് നമുക്ക് മനസ്സിലാക്കാനുള്ളത്. ലെബനാനിൽ ഹിസ്ബുള്ളയെ അറ്റാക്ക് ചെയ്യുന്നതിന് മുമ്പ് ഒരു സ്പീച്ച് ലെബനാൻ ജനങ്ങളുടെ മുന്നിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ജനങ്ങളുടെ അടുത്ത് ആദ്യം പറയുന്നത് എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ, ജനങ്ങളുടെ രോഷം മുന്നോട്ട് വന്നു കഴിഞ്ഞാലെങ്കിലും വാർ തടയാൻ പറ്റുമോ എന്നുള്ളതിൻ്റെ ഒരു വൈസ് ഡിസിഷനാണ് ഈ ഒരു ജനങ്ങളോട് സംസാരിക്കുക എന്നുള്ളത്. ആ ഒരു മെത്തേഡാണ്. അങ്ങനെ ഒരു സ്ട്രാറ്റജി ഉപയോഗിക്കുന്ന സമയത്ത് ജനങ്ങൾ എന്ത് ചെയ്തു? ലെബനാനിലെ ജനങ്ങൾ അവിടെ ഹിസ്ബുള്ളക്കെതിരെയോ സർക്കാരിനെതിരെയോ തിരിഞ്ഞില്ല. കാരണം അവർക്ക് അവിടെ തിരിയാൻ വയ്യ. കാരണം അവിടെ സർക്കാരില്ലായിരുന്നു. അവിടെ ആകെ ഉള്ളത് ഹിസ്ബുള്ളയാണ്. അപ്പോൾ നേരെ അവിടെ ചെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ റോക്കറ്റ് എടുത്ത് മുഖത്തേക്ക് തന്നെ അടിക്കും. അപ്പോൾ അതുകൊണ്ട് ആൾക്കാരെല്ലാം വണ്ടിയും എല്ലാം പിന്നെ സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ട് അവിടുന്ന് സ്ഥലം വിടാനാണ് ആദ്യം ശ്രമിച്ചത്. അപ്പോൾ അങ്ങനെ ബെഞ്ചമിൻ നെതന്യാഹു സ്പീച്ച് കൊടുത്ത അന്ന് വൈകുന്നേരം അത്ര തിരക്കായിരുന്നു, അത്ര റഷായിരുന്നു അവിടുന്ന് നാട് വിടാൻ. ലക്ഷക്കണക്കിന് ആൾക്കാർ അവിടുന്ന് നാട് വിടുകയാണ് ചെയ്തത്. ആ രീതിയിലായിരുന്നു ലെബനാനിൽ. പക്ഷേ ഇപ്പം ബെഞ്ചമിൻ നെതന്യാഹു കൃത്യമായിട്ട് ചെയ്തിരിക്കുന്നത് പിന്നെ ഇറാൻ ജനങ്ങളോടാണ് സംസാരിക്കുന്നത്. ഇറാന്റെ ജനങ്ങൾക്ക് കൃത്യമായി പറഞ്ഞു കൊടുത്തിരിക്കുന്നത് ഏതാണ്ട് നിങ്ങളുടെ സർക്കാർ, അതായത് നിങ്ങളെ ഭരിക്കുന്ന ഖമനേയി ഭരണകൂടം $2.3 ബില്യൺ സ്പെൻഡ് ചെയ്തുകൊണ്ടാണ് ഇസ്രയേലിനെതിരെ 181 ബാലിസ്റ്റിക് മിസൈൽ വിട്ടത്. $2.3 ബില്യൺ നിങ്ങൾക്കും നിങ്ങളുടെ നാടിനും നിങ്ങളുടെ മക്കൾക്കും ഉള്ള എഡ്യൂക്കേഷനും നിങ്ങളുടെ നാടിന്റെ പുരോഗതിക്കും വേണ്ടി ഉപയോഗിക്കേണ്ട ഫണ്ടാണ് ഇങ്ങനെ വേസ്റ്റ് ആക്കുന്നത്. അത്രമാത്രം പൈസയിൽ അതപ്പതിച്ച് കിടക്കുന്ന ഒരു നാടാണോ ഇറാൻ? എത്രമാത്രം സാങ്ഷൻസ് ഉണ്ട്? അപ്പോൾ ആ രീതിയിൽ നിൽക്കുന്ന രാജ്യം, ഇറാന്റെ രാജ്യം ബിൽഡ് ചെയ്യാൻ ഞാൻ സഹായിക്കാം, ഇസ്രയേൽ ജനങ്ങൾക്കും ഇറാൻ ജനങ്ങൾക്കും യുദ്ധത്തിനോട് താല്പര്യമില്ല, എനിക്കും താല്പര്യമില്ല, ഇങ്ങനെ തന്നെയാണ് പറഞ്ഞത്. ഇനിയും നിങ്ങളുടെ സർക്കാർ ഇസ്രയേലിനെതിരെയാണ് ഇറങ്ങിത്തിരിക്കുന്നുണ്ടെങ്കിൽ ഒന്നും ചെയ്യാനില്ല, എക്കണോമിക് ലോസ് ഉണ്ടാക്കുന്ന രീതിയിലുള്ള അറ്റാക്ക് ചെയ്യുമെന്ന് വളരെ ഡയറക്റ്റ് ആയിട്ടുള്ള ത്രെട്ടാണ് കൊടുത്തിരിക്കുന്നത്. പക്ഷെ അത് ജനങ്ങളോട് സംസാരിച്ചുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി ഇറാന്റെ ഭാഗത്തുനിന്ന് അവിടുത്തെ ജനങ്ങൾ ഏതെങ്കിലും രീതിയിൽ മുന്നോട്ട് വരുന്നുണ്ടെങ്കിൽ, അതായത് നിങ്ങളൊരു തമാശ പറഞ്ഞാൽ പോലെ, അതായത് ഇറാനിയൻ ജനങ്ങൾ നിങ്ങളൊരു തമാശ പറഞ്ഞാൽ പോലും നിങ്ങളെ പിടിച്ച് ജയിലിലിടുന്ന സർക്കാരാണ് നിങ്ങളെ ഭരിക്കുന്നത്. ആ രീതിയിലാണ് സംസാരിച്ചിട്ടുള്ളത്. ഹസൻ നസറുള്ള മരിച്ചതിന്റെ ആ ദിവസം ഈ ഫോറിൻ കൺട്രീസിലുള്ള ഇറാനിയൻസ് എല്ലാം ഭയങ്കര ആഘോഷമായിരുന്നു. അവിടുത്തെ യങ്സ്റ്റേഴ്സ് പൊതുവെ, പ്രത്യേകിച്ച് ദുബായിൽ ജോലി ചെയ്ത ആൾക്കാർക്ക് നല്ല രീതിയിൽ അറിയാൻ പറ്റും. ഈ ഇറാനിയൻ യങ്സ്റ്റേഴ്സ് മഹാൻ എയർ എന്ന് പറഞ്ഞ ഫ്ലൈറ്റിൽ വന്ന് ഇറങ്ങുമ്പോഴത്തേക്കും അവർ വന്ന ഉടനെ അവർ ചെയ്യുന്നത് അവരുടെ അപായ ഊരി കളയാന്നുള്ളതാണ്. കാരണം അവർക്ക് മോഡേൺ ഡ്രസ്സിൽ നടക്കാനാണ് താല്പര്യം. ആ രീതിയിലുള്ള ഒരുപാട് യങ്സ്റ്റേഴ്സ് ഈ വക പിന്നെ റിലീജിയസ് നോംസിനൊക്കെ എതിരാണ് ശരിക്കും പറയുന്നത്. കാരണം അതിന്റെ പീഡനം അവർ കുറേ ഏറ്റുവാങ്ങിയിരിക്കുന്നതുകൊണ്ടാണ് ഈ ഒരു മോഡേൺ ലൈഫിനെ അവർ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ആ രീതിയിലാണ് അവിടുത്തെ കാര്യങ്ങളൊക്കെ പോകുന്നത്. ശരിക്കും പറഞ്ഞാൽ ഈ ബെഞ്ചമിൻ നെതന്യാഹു എടുത്തിരിക്കുന്ന ഈ ഒരു അറ്റംപ്റ്റ് വളരെ നല്ലൊരു അറ്റംപ്റ്റ് ആണ്. ഇത് ശരിക്കും പറഞ്ഞാൽ ഇറാൻ ജനങ്ങൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അവരുടെ സിവിൽ പ്രൊട്ടസ്റ്റ് തന്നെ ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ടെന്നാണ് കരുതാൻ പറ്റുന്നത്. ഇതിന്റെ ഇടയ്ക്കാണ് ഇറാനിൽ നിന്ന് അനൗൺസ്മെന്റ് വന്നിരിക്കുന്നത്, ന്യൂക്ലിയർ ഡീലിനെ കുറിച്ച് കൂടുതൽ ചർച്ചകളിലേക്ക് പോകാൻ ഇറാൻ തയ്യാറാണെന്നുള്ള ഒരു ഇൻഫർമേഷൻ കൂടെ വന്നിട്ടുണ്ട്. അപ്പോൾ അതും അവർ ഒരു സൈഡിൽ കൂടെ നടത്തുന്നുണ്ട്. ഇതെല്ലാം ആകെ കൂടെ കണക്ട് ചെയ്ത് നോക്കുമ്പോഴത്തേക്ക് മനസ്സിലാക്കുന്നത് ഇറാന്റെ ഒട്ടുമൊത്ത ഭയമാണ് ഇതിനകത്ത് കാണുന്നത്. ഭയം കൊണ്ടാണ് ഇവർ ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരെ കൊണ്ട് ഒപ്പിടിപ്പിക്കുന്നത്. ഭയം കൊണ്ടാണ് ഇവർ മിസൈലുകൾ പരിശോധിച്ചിട്ട് ഇങ്ങനെ ഞങ്ങളുടെ അടുത്ത് ഇതുണ്ട് എന്നുള്ള രീതിയിൽ വെല്ലുവിളിക്കാൻ നിൽക്കുന്നത്. അപ്പോൾ പിന്നെ ഇവരുടെ നാണക്കേട് മറയ്ക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് അഭിമാന പ്രശ്നമായതുകൊണ്ട് ഇവർ എപ്പോഴും ഞങ്ങൾ ഓക്കെ സ്ട്രോങ് ആണെന്നുള്ള രീതിയിലുള്ള നിങ്ങൾക്ക് ഈക്വൽ ആണെന്നുള്ള രീതിയിലുള്ള സംസാരവും കാര്യങ്ങളൊക്കെ എപ്പോഴും പറയുന്നുണ്ടെന്നുള്ളതാണ് വസ്തുത. അഞ്ച് റോക്കറ്റുകൾ ഇന്ന് ഹിസ്ബുള്ള സൈഡിൽ നിന്ന് വിട്ടിട്ടുണ്ട്. 5ഉം ഡ്രോപ്പ് ഡൗൺ ചെയ്തിട്ടുണ്ടെന്നുള്ളത്. 5ഉം ഇസ്രായേൽ IDF അടിച്ച് താഴ്ത്തിയിട്ടുണ്ടെന്നുള്ളതാണ്. ഹൈഫ ഭാഗത്തേക്ക് തന്നെയാണ് വിട്ടത്. സ്ഥിരമായിട്ട് ആ ഭാഗത്ത് തന്നെയാണ് റോക്കറ്റ് വന്നത്. അതിന് ഇസ്രായേലിന്റെ ഉള്ളിൽ പുതിയ പിന്നെ ഡിഫൻസ് മിനിസ്റ്റർ ഇസ്രായേൽ കട്സ് പറഞ്ഞിരിക്കുന്നത് ഇവരുടെ പിന്നെ വെപ്പൺസ് മൊത്തം തകർക്കണം എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇത് എവിടെയൊക്കെ ഇരിക്കുന്നുള്ളത് കണ്ടെത്തി വെപ്പണൈസ്ഡ് ഇവരെ പിന്നെ വെപ്പൺ ഇല്ലാത്തൊരു അവസ്ഥയിൽ ആക്കണം എന്നുള്ള രീതിയിലാണ് ഇപ്പം കഠിനമായിട്ട് പിന്നെ ഹിസ്ബുള്ളയിലെ ലെബനാൻ സൈഡിൽ അറ്റാക്ക് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് ലെബനാന്റെ ഉള്ളിൽ ഒരു ഹോസ്പിറ്റൽ അറ്റാക്ക് ചെയ്തിട്ടുണ്ട്. ആ ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞാൽ ദാർ അൽ ഹർവ എന്ന് പറഞ്ഞൊരു ഹോസ്പിറ്റലാണ്. ആ ഹോസ്പിറ്റലിൽ ശരിക്കും പറഞ്ഞാൽ ഒരു 3 മണിക്കൂർ 4 മണിക്കൂർ മുമ്പ് പ്രയർ നോട്ടീസ് കൊടുത്തിട്ടുണ്ട് ഈ സ്ഥലം അറ്റാക്ക് ചെയ്യാൻ പോകുന്നുള്ളത്. അപ്പോൾ അതിൽ വളരെ ഷോർട്ട് നോട്ടീസ് ആയി പോയി എന്നുള്ള ഒരു പിന്നെ ഹ്യൂമൻ റൈറ്റ്സിന്റെ ആൾക്കാർ ഇത് പറയുന്നുണ്ട്. ഞാൻ ചോദിക്കുന്നത് ഇത് വാർ ഫീൽഡാണ്. അവിടെ 3 മണിക്കൂർ അഡ്വാൻസ് നോട്ടീസ് കൊടുക്കുന്നതന്നെ വലിയ കാര്യമാണ്. കാരണം അവിടെ അവർക്കൊരു ടാർഗറ്റ് ഉണ്ടാവും. അവിടെ എന്തെങ്കിലും ഒരു പ്രവർത്തനം അവർക്ക് ഒരു ഭീകര പ്രവർത്തനം നോട്ടീസ് ചെയ്തുകൊണ്ടാണ് ആ സ്ഥലം അറ്റാക്ക് ചെയ്യണമെന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ അത്ര സീരിയസ് ആയിട്ട് അറ്റാക്ക് ചെയ്യണമെന്ന് പറയുമ്പോഴത്തേക്കും 3 മണിക്കൂറെങ്കിൽ 2 മണിക്കൂറോ 1 മണിക്കൂറോ അവിടെ നിന്ന് ഇറങ്ങി പോകണമെന്നേ. ഒരു ബിൽഡിങ്ങിൽ നിന്ന് ഇറങ്ങി പോകാൻ അത്ര സമയമുണ്ട്. ചില പേഷ്യൻസ് ഉണ്ടാവും. അപ്പോൾ അതിനുള്ള ടൈം ഉണ്ടെങ്കിൽ പിന്നെ ആദ്യമേ ഈ ഏതൊക്കെ പേഷ്യൻസ് ബെഡ് റിഡൻ ആയിട്ട് കിടപ്പുണ്ടോ അവരെയൊക്കെയാണ് ആദ്യം ഷിഫ്റ്റ് ചെയ്യേണ്ടത്. ബാക്കിയുള്ളവർക്ക് എളുപ്പത്തിൽ ഇറങ്ങി പോകാനേ ഉള്ളൂ. അതിന് പകരം അവിടെ തന്നെ ഇരുന്ന് ഇപ്പോൾ എത്ര എണ്ണം മരിച്ചു വീണെന്ന് നമുക്കറിയത്തില്ല. ഹോസ്പിറ്റലിൽ അടിച്ച് തകർത്ത് തൂത്ത് കളഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇനി കാഷ്വാലിറ്റീസിന്റെ കണക്കൊക്കെ ഇനി വരാനിരിക്കുന്നേ ഉള്ളൂ.
അപ്പം ഇസ്രായേൽ ആണെങ്കിൽ ഇപ്പോൾ കൂടുതൽ വീഡിയോസ് ഒന്നും പുറത്തു വിടാറില്ല. കാരണം ഈ ഹ്യൂമൻ റൈറ്റ്സിന്റെ ഒരുപാടുള്ള ഈ ഒരു യൂറോപ്യൻ സംഘടനയുടെയും ഇവരുടെ എല്ലാം ഈ ഒരു ശല്യമാണ്. അതുകൊണ്ടാണ്. കാരണം ഇസ്രായേലിന്റെ ഭാഗത്ത് നടക്കുന്ന അറ്റാക്കുകളെ കുറിച്ച് ആരും സംസാരിക്കുന്നില്ല. മറിച്ച് മറ്റുള്ള സൈഡിലുള്ള അറ്റാക്കിനെ കുറിച്ച് മാത്രമേ സംസാരിക്കാൻ പറ്റുന്നുള്ളൂ ഇപ്പോൾ. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ കൂടുതൽ വീഡിയോസ് ഒന്നും പുറത്തു വിടണ്ടെന്നുള്ള തീരുമാനം ഇന്റർണലി തന്നെ അവർ എടുത്തിരിക്കുന്നത്. 281 പിന്നെ ആംസ്റ്റർഡാമിൽ 281 പാലസ്തീൻ അനുകൂലികളായിട്ടുള്ള പാലസ്തീനികൾ, അതായത് ഈ ഒരു മുസ്ലിം കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ഇവിടുന്ന് റെഫ്യൂജീസ് ആയിട്ട് പോയി അവിടെ താമസിച്ച ആൾക്കാരാണ് അവരെ ഡീറ്റെയിൻ ചെയ്തിട്ടുണ്ടെന്നാണ്. കാരണം ഈ ഒരു ഫുട്ബോൾ കാണാൻ പോയ ഫാൻസിനെതിരെ ജൂഷിനെതിരെയുള്ള ഒരു അറ്റാക്ക്, ആ അറ്റാക്കിന് പിടിക്കപ്പെട്ട ആൾക്കാരാണ് 281 പേരെ ഡീറ്റെയിൻ ചെയ്തിരിക്കുന്നത്. IDFന്റെ 6 സോൾജേഴ്സ് കൊല്ലപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അത് ഇസ്രായേലിന്റെ IDF തന്നെയാണ് പുറത്തുവിട്ടിരിക്കുന്നത്. അത് ലെബനാൻ ഭാഗത്ത് നടക്കുന്ന ഒരു ഗ്രൗണ്ട് അറ്റാക്കിൽ തന്നെയാണ് ഈ ഒരു സംഭവം സംഭവിച്ചത്. യൂറോപ്യൻ യൂണിയനിൽ നിന്ന് ഗാസയുടെ ഭാഗത്തുള്ള ഒരു പൊളിറ്റിക്കൽ ഡിസ്കഷൻസിന് വേണ്ടിയിട്ട് യൂറോപ്യൻ യൂണിയനിൽ നിന്ന് ഒരു പ്രപ്പോസൽ വെച്ചിട്ടുണ്ടായിരുന്നു. അത് വീറ്റോ ചെയ്ത് കളഞ്ഞിരിക്കുന്നുള്ളതാണ്. യൂറോപ്യൻ യൂണിയനുമായിട്ട് ഒരു രീതിയിലും സംസാരിക്കാൻ ഇസ്രായേൽ തയ്യാറല്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കാരണം വൺ സൈഡ് വളരെ പാർഷ്യലായിട്ട് ബയാസ്ഡ് ആയിട്ട് പെരുമാറുന്ന യൂറോപ്യൻ യൂണിയനുമായിട്ട് സംസാരിക്കാൻ തയ്യാറല്ല എന്നാണ് ഇസ്രായേൽ നിലപാടെടുത്തിരിക്കുന്നത്. ട്രംപും ബൈഡനും കൂടെ ഇന്നലെ വൈകുന്നേരം വൈറ്റ് ഹൗസിൽ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അത് ഒരു ട്രാൻസിഷന്റെ ഭാഗമായിട്ടാണ് ഒരു മീറ്റിംഗ് നടക്കുന്നത്. പിന്നെ ശരിക്കും പറഞ്ഞാൽ ആ മീറ്റിംഗിൽ ഏറ്റവും ബൈഡൻ കൂടുതൽ ഇൻസിസ്റ്റ് ചെയ്ത് പറഞ്ഞത് ഈ ബന്ദികളെ കുറിച്ചാണ്. അത് അമേരിക്കയിൽ നിന്നും 7 ബന്ദികൾ അവിടെ ഇരിപ്പുണ്ട്. അവരെ ഇതുവരെ റിലീസ് ചെയ്തിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ബന്ദികളെ കുറിച്ചുള്ള കൺസേൺ ആണ് കൂടുതൽ രേഖപ്പെടുത്തിയത്. അതിലിപ്പോൾ എത്ര പേര് ജീവിച്ചിരിപ്പുണ്ടെന്ന് നമുക്ക് അറിയത്തില്ല എന്നുള്ള നിലയിലാണ് സംസാരം പോയിക്കൊണ്ടിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ 1-2 ആൾക്കാരുടെ വീഡിയോസ് ഒക്കെ ഈ ഹമാസ് പുറത്തു വിടുന്നുണ്ട്. കാരണം ഹോസ്റ്റേജസ് ഉണ്ട് എന്നുള്ളത് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ ഈ 101 പേരൊക്കെ ഇരിപ്പുണ്ടോ ഇല്ലെങ്കിൽ അവർ എന്തായി എന്നുള്ളത് നമുക്ക് ശരിക്കും അറിയത്തില്ല. ഇപ്പോൾ ഗാസയിലെ എയ്ഡിനെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഈ ഗാസ എയ്ഡ് ശരിക്കും പറഞ്ഞാൽ ഏതാണ്ട് 700 മുതൽ 1000 ട്രക്കുകൾ ഇപ്പോൾ ഇതുവരെ അകത്ത് പോയിട്ടുണ്ടെന്നുള്ളതാണ്. 2 സൈഡിലുള്ള ബോർഡറിലാണ്ട് പുതിയതായിട്ടൊരു ബോർഡറും കൂടെ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ആ ബോർഡർ വഴിയെല്ലാം ഈ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു കരീം ശാലോം വഴിയാണ് ഏറ്റവും കൂടുതൽ ട്രക്കുകൾ ഉള്ളിലേക്ക് പോകുന്നത്. അതുപോലെ തന്നെ മറ്റുള്ള പുതിയ ഗേറ്റുകളും ബോർഡറുകളൊക്കെ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അതുവഴി ഏറ്റവും കൂടുതൽ ട്രക്സ് അനുവദിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് കൂടുതൽ സെക്യൂരിറ്റി മെഷേഴ്സ് ഒക്കെ വരുത്തി ചെക്ക് ചെയ്തുകൊണ്ടാണ് ഉള്ളിൽ വിട്ടുകൊണ്ടിരിക്കുന്നത്. കാരണം ഇതിൽ ഏതിലൂടെയാണ് തീവ്രവാദികൾ പോകുന്നത് എന്നുള്ളത് അറിയത്തില്ലല്ലോ. ഈ വക വിഷയങ്ങളാണ് സമഗ്രമായിട്ട് ഇസ്രായേലിൽ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും അടുത്തൊരു വിഷയമായിട്ട് വരാം. താങ്ക് യു സോ മച്ച്.